മിശിഹായിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, നല്ല സമറിയക്കാരൻ്റെ ഉപമ ലൂക്കയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 35 മുതൽ 37 വരെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുക. ജെറുസലേം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭവനം എന്ന് ആണ് ദൈവശാസ്ത്രന്മാരെ കണക്കാക്കിയത്. ഈശോ എല്ലാ പ്രവർത്തനം കഴിഞ്ഞ് ജെറുസലേമിലേക്കുള്ള യാത്ര, ഈശോയുടെ അവസാനം മരിക്കാൻ വേണ്ടി പോകുന്നത് സ്വർഗീയ ജെറുസലേമിലേക്കാണ്. തോർത്തുപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, പിതാവിൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോവുക. ജെറുസലേം എന്ന് പറയുമ്പോൾ അത് സ്വർഗീയ ഭവനമാണ്. ആ ഭവനത്തിൽ നിന്ന് ആണ് ജെറീക്കോയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ജെറുസലേമിൽ നിന്ന് ഏകദേശം കിഴക്കോട്ട് ഏകദേശം 3200 അടി താഴ്ചയിലേക്ക് 27 കിലോമീറ്റർ നീളുന്ന ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് മരുഭൂമിയിലൂടെ. ഞാൻ പോയപ്പോൾ ഇതെങ്ങനെയും കഴിഞ്ഞാൽ മതി എന്നാണ് തോന്നിയിരുന്നത്. കാരണം എവിടെ നോക്കിയാലും ഒരു പച്ചപ്പ് കാണാൻ പറ്റില്ല. മരുഭൂമി, 2 സൈഡിലും മരുഭൂമിയാണ്. ദുർഘടം പിടിച്ചൊരു യാത്രയാണത്, ഈ ജെറീക്കോയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അതും കിഴക്കോട്ട് 3200 അടി താഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. 27 കിലോമീറ്റർ നീളുന്ന ദുർഘടം പിടിച്ചൊരു യാത്ര. അപ്പൊ ഇവിടെ ജെറീക്കോയിൽ നിന്ന് ജെറുസലേമിൽ ജെറീക്കോയിലേക്ക് പോകുക എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ആ മനുഷ്യൻ എന്ന് സൂചിപ്പിക്കുന്നത് ആദത്തെയാണ്. ഈശോ ഇവിടെ പ്രതിപാദിക്കുന്ന ഇതിൻ്റെ അർത്ഥം ഈ നല്ല സമറിയക്കാരൻ്റെ ഉപമയിലെ പറയുന്ന മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സഹോദര സ്നേഹവും ദൈവസ്നേഹത്തെ കുറിച്ചിട്ടാണ്. പക്ഷേ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം സൂചിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹീബ്രുവിലെ ആദം എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ഹീബ്രു ഭാഷയിലെ ആദം എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യനെന്നാണ്. അപ്പൊ ഈ മനുഷ്യനെ സൂചിപ്പിക്കുന്നത് ആദ്യ മനുഷ്യനായ ആദത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് പാപം ചെയ്തപ്പോൾ ഭൂമിയിലേക്ക് പോകുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ടാണ് ഇവിടെ യേശുനാഥൻ വളരെ വ്യക്തമായിട്ടും നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട് നിത്യജീവനെ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അവൻ മറുപടി പറയുന്നുണ്ട്, നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും എന്ത് വായിക്കുന്ന എന്ത് ചെയ്തിരിക്കുക ആത്മാവും. നമ്മൾ പിന്നെ രണ്ടാമത് പറയേണ്ടത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? അതാണ് യേശു നൽകിയ കൽപ്പന, സ്നേഹത്തിന്റെ കൽപ്പന. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടിയിട്ട് സ്നേഹിക്കുക. എങ്ങനെ? ഇവിടുന്ന് എങ്ങോട്ടാ സ്നേഹിക്കണ്ടേ? മുകളിലേക്ക്. നമ്മുടെ ദൈവം ഇരിക്കുന്നത് എപ്പോഴും മുകളിലാണല്ലോ. അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ടാ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ പറയുമ്പോൾ എങ്ങനെ സ്നേഹിക്കണ്ടേ? നിന്റെ ചുറ്റുപാട്, താഴെയല്ല ചുറ്റുപാടുകൾ, താഴെ കഴിഞ്ഞ ഭൂമിയായി, ചുറ്റുപാടിലേക്ക്, നിന്റെ ചുറ്റുപാട് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്. അപ്പൊ എന്തായി അത് ശരിക്ക്? ആലോചിച്ച് നോക്കിയേ, എന്തായി? കുരിശായി. മുകളിലേക്ക്, സൈഡിലേക്ക്. അപ്പൊ എന്തായത്? കുരിശായി. അപ്പൊ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് ചേർന്ന് എവിടെയാന്ന് ചോദിച്ചാലേ അത് സഹനത്തിലൂടെയാ, കുരിശിലൂടെയാ. ആ ഒരു അർത്ഥം കൂടിയും ഈശോ നമുക്കിവിടെ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, സഹോദരനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് ലഭിക്കാൻ പോണത് എന്താ? ഉറപ്പായിട്ട് കിട്ടുന്നത് എന്താ? കുരിശാണ്. കുരിശിലാണ് രക്ഷ, കുരിശിലൂടെയാണ്
രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള അർത്ഥം കൂടിയും ഇതിനകത്ത് നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ യേശുന്നത് നമുക്കായിട്ട് മാർച്ച് കാണിച്ചിരുന്നുണ്ട്. ഇനി ആ മനുഷ്യൻ കള്ളന്മാരെ കയ്യിലാക്കപ്പെട്ടു. ഇവിടെ കള്ളനാരാ? ഈ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ മനുഷ്യൻ പോകുന്ന വഴിക്ക് കള്ളന്മാരെ കയ്യിൽ പെട്ടു. ഇവിടെ കള്ളനാരാ? സാത്താൻ. ആദം പിശാചിന്റെ അടിമയായപ്പോഴാണ്, പിശാചുകളുടെ കെണിയിൽപ്പെട്ടപ്പോഴാണ് അവൻ പാപത്തിന് അടിമയായിട്ട് മാറിയത്. ഈ കള്ളന്മാരെ കയ്യിൽ പെട്ടപ്പോൾ കള്ളന്മാരെന്താ ചെയ്തേ? അതോർന്ന് വായിച്ചു നോക്കിയാൻ. കള്ളന്മാരെ ആദ്യം ചെയ്തേ, അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. ഈ വസ്ത്രം ഉരിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കണേ? നമുക്കൊരു ആത്മീയ വസ്ത്രമുണ്ട്. മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന വരപ്രസാദം, ആ വസ്ത്രം അവര് ഉരിഞ്ഞെടുത്തു. കള്ളന്മാർ ആദ്യം ചെയ്തത് വസ്ത്രം ഉരിഞ്ഞെടുക്കുക ചെയ്തത്. ആദ്യത്തിന്റെ വസ്ത്രം എന്ന് ചോദിച്ചാല് അത് അവന്റെ പുണ്യമായിരുന്നു. പാപത്തിലൂടെ ആ വരപ്രസാദം അവനെ നഷ്ടമായി. വിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, എനിക്ക് മാമോദീസായി ലഭിച്ചിട്ടുള്ള വരപ്രസാദം ഞാൻ ഇതുവരെയും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം സംഭവിക്കുന്ന നമ്മുടെ വസ്ത്രം, വരപ്രസാദത്തിന്റെ ഒരു വലയം നമ്മുടെ ചുറ്റുമുണ്ട്, അതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് എന്താ ചെയ്ത? പിന്നെ അവനെ പ്രഹരിച്ചു. പാപം വഴിയായിട്ട് എല്ലാ പാപവും പ്രസാദപരത്തെ നിഷേധിക്കുന്നു, അവനെ അർദ്ധപ്രാണനാക്കി എന്ന് പറയുന്നുണ്ട്. പാപം മൂലം ആദം പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല, എന്നാൽ അവനിലുള്ള ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച വരുന്നു, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച വരുന്നു. ദൈവിക ജീവൻ, ആ സ്നേഹത്തിൻ്റെ ഒരു വലയം അവിടെ നഷ്ടപ്പെടുന്നു. ഇനി അവിടെ അതുവഴി വന്ന പുരോഹിതൻ, ആ പുരോഹിതനെ സൂചിപ്പിക്കുന്നത് അഹറോന്റെ പൗരോഹിത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അതുവഴി വന്ന പുരോഹിതനെ സൂചിപ്പിക്കുന്നത്. അതുവഴി വന്ന ലേവായൻ പഴയ നിയമത്തിലെ പ്രയോജനരഹിതമായ നിയമസംഹിതകളാണ്. മോശ പലപ്പോഴായിട്ട് ആ നിയമസംഹിതകളെ അവിടുന്ന് കാറ്റിൽ പറയിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്. അഹ്റോന്റെ പൗരോഹിത്യ പ്രതീകമാണ് പുരോഹിതനെങ്കിൽ അതുവഴി വന്ന ലേവായൻ പഴയ നിയമത്തിലെ പ്രയോജനരഹിതമായ നിയമസംഹിതകൾ, ആർക്കും വേണ്ടാത്ത യഹൂദ മതത്തിലെ നിയമാനുഷ്ഠാനങ്ങൾ ഒത്തിരിയേറെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിയമാനുഷ്ഠാനങ്ങളെയാണ് ഇവിടെ ലേവായനായിട്ട് ഈശോ പ്രതിപാദിക്കുന്നത്. ഇനി ഇവിടെ നല്ല സംപ്രയക്കാരൻ ആരാ? ഈശോ. ആദം വഴി ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പാപം മൂലം വന്നിട്ടുള്ള എല്ലാ മുറിവുകളും സൗഖ്യപ്പെടുത്താനായിട്ട്, സഹായിക്കാനായിട്ട്, കരുണ കാണിക്കാനായിട്ട് വന്നിട്ടുള്ള നല്ല സമരക്കാരനാണ് ഈശോ. ഈശോ വന്നിട്ട് എന്താ ചെയ്തേ? എണ്ണയും വീഞ്ഞും. വീഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. എണ്ണ എന്ന് പറഞ്ഞാല് അത് വിശുദ്ധ തൈലം, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പ്രതീകമായിട്ട് ദൈവശാസ്ത്രന്മാരെ അവിടെ സൂചിപ്പിക്കുക. എന്നിട്ട് എന്താ ചെയ്തേ?
അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. പാപം ചെയ്ത മുറിവുകൾ വെച്ച് കെട്ടാൻ സാധിക്കുന്നത് ആത്മാവ് വഴിയിട്ടുള്ള പരിശുദ്ധ കുർബാനയിലാണ്. ആത്മീയമായിട്ടും മാനസികമായിട്ടും നമ്മൾ തകർന്നടിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈക്കാട്രി ഡോക്ടറെ കാണാനല്ല, മറിച്ച് ആ മുറിവുകൾ ഉണക്കുന്ന പരിശുദ്ധ കുർബാനയിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകുന്ന പരിശുദ്ധ കുർബാനയും കുംഭസാരത്തിലെ ആശ്രയിക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് എന്താ ചെയ്തേ? തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റിയിരുത്തി. ഇവിടെ കഴുത ആരാ? നമ്മളല്ല. ഇവിടെ കഴുത ആരാ? മാലാഖമാരെ. മാലാഖമാരെ കയ്യിലാണ് പാപം ചെയ്ത് ഒരു വ്യക്തി അനുതപിക്കുമ്പോൾ, അത് കർത്താവ് പറഞ്ഞ അനുതപിക്കുന്ന പാപിയെ കുറിച്ചിട്ട് സ്വർഗം സന്തോഷിക്കുന്നു, മാലാഖമാരെ ആനന്ദിക്കുന്നു. നമ്മുടെ ചുറ്റും ഒത്തിരി മാലാഖമാരുണ്ട്, കവൽ മാലാഖമാരുണ്ട്, ഒത്തിരി മാലാഖമാരുണ്ട്. ആ മാലാഖമാരുടെ കയ്യിലേക്ക് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, മുറിവേറ്റവരെ കൊണ്ടുപോകാനായിട്ട്. അവിടെ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി കഴുതപ്പുറത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാലാഖമാരെ ഏൽപ്പിച്ചു. എന്നിട്ട് 2 ധനാറ എന്ന് പറഞ്ഞാല് 2 ദിവസത്തെ കൂലിയാണ് 2 ധനാറ. ഈ 2 ധനാറ എന്താ? ഇത് നമ്മൾ നല്ല സമറിയക്കാരൻ്റെ ബൊമ്മയിലെ ആന്തരിക അർത്ഥമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ധനാറ എന്ന് വെച്ചാല് പഴയ നിയമവും പുതിയ നിയമവും. കാരണം വിശുദ്ധ ഗ്രന്ഥം ഏൽപ്പിച്ചത് സഭയ്ക്കാണ് വചനം ഏൽപ്പിച്ചു കൊടുത്തത്. വിശുദ്ധ ഗ്രന്ഥത്തെ ഏൽപ്പിച്ചു കൊടുത്തത് സഭയ്ക്കാണ്. അപ്പൊ 2 ധനാർ എന്ന് പറഞ്ഞത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. അപ്പൊ ഈ സത്രം സൂക്ഷിപ്പുകാരൻ ആരാ? സത്രം സൂക്ഷിപ്പുകാരൻ സഭയിലെ അധികാരികൾ, ഇപ്പോഴുള്ള വൈദികരും മെത്രാന്മാരും. സത്രമാണ് സഭ. സത്രം സൂക്ഷിപ്പുകാരനാണ് അവിടെ ആയിരിക്കുന്ന മെത്രാന്മാരും വൈദികരും മാർപ്പാപ്പ, സഭയിലെ അധികാരികള്, സഭയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകങ്ങളാണ്. അപ്പൊ സഭയ്ക്കാണ് അവിടെ ഏൽപ്പിച്ചു കൊടുത്തത്. സത്രം എന്ന് പറയുന്ന സഭയാണ്. എന്നിട്ടെന്താ പറഞ്ഞ് അവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അവന്റെ കാര്യം നോക്കുക എന്ന് പറയുമ്പോൾ 7 കുദാശകളിലൂടെ അവന് വേണ്ടതൊക്കെ സഭയെ ഏൽപ്പിച്ച് കൊടുത്തത് ഈശോയാണ്. സഭയ്ക്കുള്ള മിശിഹായുടെ ദൗത്യ കൽപ്പന കുദാശകളാണ്, 7 കുദാശകളാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ 7 കുദാശകളിലൂടെ നമ്മൾ കടന്നു പോകും. തിരുപ്പട്ടല്ലെങ്കിൽ വിവാഹം, 6 കുദാശ കടന്നു പോകും. സഭയെ ഏൽപ്പിച്ചു കൊടുത്തക കുദാശകളിലൂടെ നോക്കാനായിട്ട്. എന്നിട്ട് ഞാൻ വീണ്ടും വരുമ്പോൾ, ഈ വീണ്ടും വരവ് എന്താ? ഈശോയുടെ 2ാമത്തെ ആഗമനമാണ്. ഈ വീണ്ടും വരുമ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നുകൊള്ളാമെന്ന് പറയുന്നത് ഈശോയുടെ 2ാമത്തെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് നല്ല സമറിയക്കാരൻ്റെ ഉപമയിലെ അന്തരാർത്ഥമാണ് കണ്ടത്. അതനുസരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.